ട്രാവൽ ചെയ്തുകൊണ്ട് എടുക്കുവാണ്. നമ്മള് ഹോട്ടലിന് വിശേഷം കാര്യമല്ല, ഹോട്ടലിൽ എത്തിയിട്ട് കാണിച്ചാൽ ഹോട്ടലിൽ ചെക്കിനൊക്കെ ആയി. എന്നിട്ട് നമ്മൾ വിചാരിച്ചു ടീം മ്യൂസിയത്തിലേക്ക് പോവാന്ന്. അപ്പൊ ടീം മ്യൂസിയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതുവരെ സ്പീഡായിട്ട് ഇതുവരെ ഇന്റർവ്യൂ എടുത്തിട്ടില്ല, സോറി ഇൻട്രൊഡക്ഷൻ എടുത്തിട്ടില്ല. അപ്പൊ കുഴപ്പമില്ല, നമുക്ക് സെറ്റ് ആക്കാം. അപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. തേയിലത്തോട്ടൊക്കെ ഇത് നിങ്ങൾ ശരി നല്ല പൂവുണ്ടത്. ഇത് ശരിക്കും ഞാൻ പറയാലോ, നിങ്ങളിതൊക്കെ കണ്ടറിയേണ്ടതാണ് ഗൈസ്. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ്. പിന്നെ ഞാൻ വ്യൂ കാണിച്ചുതരാം. ഇതാണ് ഗൈസ് ഇവിടുത്തെ അവസ്ഥ. ഭയങ്കര ഫോഗല്ല ഗൈസ്, അങ്ങനെ വലിയ തണുപ്പും ഫോഗും കാര്യമൊന്നുമില്ല. പക്ഷെ ഇതിങ്ങനെ ട്രാവൽ ചെയ്യുന്ന തോന്നുന്നു ഭയങ്കര തണുപ്പ്. മുഖമൊക്കെ തണുപ്പയുടെ ഇതിലേക്ക്. ഞാൻ എന്റെ ഫുൾ അപ്പം ഇത് പേപ്പർ ഉണ്ടാക്കുന്ന മരുന്നാണ് എന്റെ അച്ഛൻ പറഞ്ഞത്. ഇതൊക്കെ വെച്ചാണ് പേപ്പർ ഉണ്ടാക്കുന്നത്. പിന്നെ ഇതുണ്ടോ, ഇതാണ് ഇവിടുത്തെ ഒറിജിനൽ വ്യൂ എന്ന് പറയുന്നത്. പക്ഷെ ഇതിപ്പം എനിക്ക് ഫുള്ള് ഞാൻ ദർശനയിലൊരു കൊതില്ലേ, ഐ കനോട്ട് ക്യാപ്ചർ ദി ഹോൾ തിങ് ഓഫ് യു ആ ഫോട്ടോയില്. അപ്പോ അതുപോലെ സെയിം ആസ് ഇറ്റ് എനിക്കിതിന്റെ ഇതൊന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റണില്ല. ഇതിന്റെ ശരിക്കുള്ള ബ്യൂട്ടി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വരണം ഗൈസ്. ഓക്കെ, നമ്മളങ്ങനെ എന്താണ് റൂമിലേക്ക് എത്തി. റൂമിലേക്ക് മ്യൂസിയത്തിൽ നിന്ന് നമ്മൾ മൊയമൊയായിട്ട് വന്നു, കാരണം അവിടെ ക്ലോസ് ആക്കി. പക്ഷെ ബുക്ക് ചെയ്തവർക്ക് അല്ല മറ്റേ എന്താ മറ്റേ പേരുന്ന് ടീം മ്യൂസിയത്തില് ഓൾറെഡി മറ്റേ ബുക്ക് ചെയ്തവർക്കെല്ലാം നമുക്ക് 5 മണി കഴിഞ്ഞിട്ട് പോവാം. പക്ഷെ അതിനുശേഷം ആൾക്കാർക്ക് ഏറ്റില്ല. അപ്പൊ നന്ദ നമുക്ക് 5 മണി 10 മണിയോ 5 മണി യെസ്. അപ്പൊ നന്ദ ഇനി റൂമും കാര്യമെല്ലാം പരിചയപ്പെടുത്തി തരും. ഓക്കെ, എന്താ പറഞ്ഞുതരും ഗൈസ്. അപ്പൊ നമ്മള് ഇതാണ് ചടമുള്ള പോലെ ആയിട്ടുണ്ട്. പിന്നെ ബെഡ് ലൈറ്റ് ഉണ്ട്, ഇതൊന്ന് നാടി ഉണ്ടത്. പിന്നെ ബെഡ് ടേബിൾ ഉണ്ട്. പിന്നെ ഒരു ടെലിഫോൺ ഉണ്ട്. പിന്നെ എന്തായാലും നല്ല യൂണിക്കോണി ബാഗ് ഉണ്ട്. അപ്പൊ ഈട 2 കോൺവെർസേഷനിൽ ഇരിക്കുന്ന പോലത്തെ ഒരു കസേരയും ഒരു ടേബിളെല്ലാം ഉണ്ട്. ഇതൊന്നും മൈൻഡ് ആക്കണ്ട കേട്ടോ, അതെല്ലാം അറിയട്ടോ. മറ്റേ ഡ്രസ് വെക്കുന്ന കബോർഡ് ഉണ്ട്. ആടെ ചായലാക്കാനുള്ള സ്ഥലമെല്ലാം ഉണ്ട്. ഇതുപോലത്തെ. പിന്നെ പിന്നെ ഫ്ലോപ്പ് ആയല്ലേ. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പോലത്തെ ആ 1, 2, 3 നമ്പർ അതല്ല, ഇവിടെ സ്റ്റാർട്ടിങ് 100 ആണ്. അപ്പൊ അതിന്റെ എന്താ പറയല്, അതിന്റെ ടെക്നിക്കൊന്നും നമുക്കറിയില്ല. പിന്നെ കൊറേ ടിവിന്റെ ചാനലിനെല്ലാം നെറ്റ് വേണം. അപ്പൊ ഗ്യാസിന് കുളിക്കണം, കുളിച്ച് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കണം. മറ്റേ രാജരവി വർമ്മ വരച്ച ലേഡി വിത്ത് ഫ്രൂട്ട് ബാസ്ക്കറ്റ്. ഇത് രാജരവി വർമ്മ വരച്ചൊന്നുമല്ല കേട്ടോ, ഇത് പ്രിന്റ് എടുത്തത്. പിന്നെ ഒരു എയർ ഫ്രഷ്നർ ഉണ്ട്, ഇടക്കിടക്ക് അടിച്ചോണ്ടിരിക്കുക. അപ്പൊ ഞാൻ ആദ്യം മുതലാണ് ഞാൻ വിചാരിച്ചു ഇപ്പൊ ഇങ്ങനെ കുലുങ്ങുന്നു. പിന്നെ മനസ്സിലായ സാധനം. പിന്നെ ബാത്റൂം ഉണ്ട്. ബാത്റൂമില് അമ്മ ഇപ്പൊ കുളിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ കാണിച്ചാ. പിന്നെ ഒന്നിപ്പോ നമ്മളെ ചെരുപ്പുണ്ട്. പിന്നെ കാണുന്നില്ല, അത് ഫുള്ളി ഇട്ട്. അച്ഛൻ ചെറിയൊരു TV പരിപാടിയില്. പിന്നെ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ട്. പിന്നെ ഇത് ഫുള്ള് ഡോർ ഫുൾ ഓഫ് കർട്ടൻസ് ആണ്. നമുക്കിനി പുറത്തുനിന്ന് കണ്ടാലോ, അതെ കാണിച്ചു കൊടുത്താലോ. നമുക്ക് മെല്ലെ പുറത്തേക്ക് പോവാം.
അപ്പം ഗൈസ് കാണുന്നില്ല അല്ലേ? ഇതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ കാലാവസ്ഥ ഒന്നും കാണുന്നില്ല, മയ അങ്ങനെയല്ല. ഇപ്പോൾ ഇതാണ് ഇവിടെ ഏകദേശം ഇപ്പോൾ സ്റ്റില്ലായിട്ട് കാണുന്ന കാഴ്ച. അങ്ങോട്ട് അവിടെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെയും കുറച്ച് ലൈറ്റ്സും പിന്നെ ഇവിടെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ 2 കസേരാസ് ഉണ്ട്. പിന്നെ ഇങ്ങനെയുള്ള ഡോറിന് ഫുൾ ഓഫ് കർട്ടൻ. പിന്നെ ഇവിടെ ഒരു ഡോറ് വരുന്നുണ്ട്. ഈ ഡോറിന് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യാം. പിന്നെ നമുക്കിവിടെ ഒരു ബെല്ല് വരുന്നുണ്ട്. ഇത് പുറത്തേക്കുള്ള ലൈറ്റും ഇവിടുത്തെ പുറത്തേക്കുള്ള ലൈറ്റും. പിന്നെന്താണ് ഇതെന്താണ് ഞാൻ എന്തോരം ഉപയോഗിച്ചിട്ടില്ല, പക്ഷെ എനിക്ക് തോന്നുന്നു അത് ബെല്ലാണെന്ന്. ഇപ്പുറത്തെ ഭാഗത്ത് വേറെ എന്താണ് പറയുക, വേറെ നമ്മളെ ഒരു നൈബേഴ്സൊക്കെ പോലെ വേറെ ആൾക്കാരുണ്ട്. ഇത് എൻ്റെത് 101 ആൾക്കാർ ഇവിടെ ആരുമില്ല. അപ്പുറം ഉണ്ട്, ഇവിടെ ഉണ്ട്, അപ്പുറത്ത് അതിൻ്റെ അപ്പുറത്തും ഉണ്ട് 3 കോട്ടേജസ്. പിന്നെ അതാണ് പിന്നെ പറയാം. പിന്നെ ഇപ്പോൾ എന്ന് പറയുന്നത് ഞാനിപ്പോൾ പോയപ്പോൾ ഇപ്പോൾ ഞാൻ സ്റ്റിൽ ഉള്ളത് ഡിസംബർ 29th അല്ലേ? ഇന്ന് 29th ആണ്. സോ ഡിസംബർ 29th ഏകദേശം നല്ല അങ്ങനെയല്ല തണുപ്പും അല്ല ചൂടല്ല, പക്ഷെ ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല തണുപ്പാണ്. അങ്ങോട്ട് നമ്മൾ ടീം മ്യൂസിയത്തിലൊക്കെ പോയപ്പോഴത്തേക്കും നല്ല തണുപ്പുണ്ടായല്ലേ? നല്ല തണുപ്പ്. ഫോഗ് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ ക്രിസ്മസ് ഡെക്കറേഷൻ ഇതുവരെ ഊരിയിട്ടില്ല. പിന്നെ അവിടെ ഒക്കെ കുറെ നിങ്ങൾക്ക് ക്ലിയർ ആകുന്നില്ല, എനിക്ക് നന്നായിട്ട് അറിയാം. ബട്ട് ഇങ്ങനെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ എന്താണ് വേണ്ട കുഞ്ഞെടുക്കണ്ട, അങ്ങോട്ട് പോകണ്ട. നമുക്ക് പിന്നെ ഫുഡ് കഴിക്കാൻ അങ്ങോട്ട് പോവാം. പിന്നെ അവിടെയൊക്കെ ആ ലൈറ്റൊക്കെ, ഇത് ലൈറ്റ് കാണില്ല, അത് വേറെ കോട്ടേജാണ്. അത് വേറെ ഒരു സ്ഥലമാണ്, വേറെ റിസോർട്ടാണ്. ഇതും വേറെ റിസോർട്ട് തന്നെയാണ് കേട്ടോ, കോട്ടേജ് അല്ല, വേറെ റിസോർട്ടാണ്. സോ നമുക്ക് എന്താണ് നമ്മളെല്ലാവരും സാധാ ചെയ്യാറുള്ളത് പുറത്തുനിന്ന് അകത്തേക്കാണ് പോകുന്നത്. നമ്മൾ അകത്തുനിന്ന് പുറത്തേക്ക് വന്നാണ്, നോ പ്രോബ്ലം. ഓക്കെ, അപ്പം നമ്മളിനി ബാത്റൂം വിശേഷങ്ങളിൽ കിടക്കാം. ഇതാണ് ബാത്റൂം. യൂസ് ചെയ്തുകൊണ്ട് ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടെ ഷവർ ജെല്ലും ഷാമ്പൂ ഉണ്ട്. പിന്നെ ഇതാണ് ടോയ്ലറ്റ്. പിന്നെ ഇതുപോലെയാണ് മാർബിൾസും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇവിടെ ഡ്രസ് ഹാങ്ങിങ് ഉണ്ട്. അവിടെ ഒരു എക്സോസ്റ്റ് ഫാൻ ഉണ്ട്, ലൈറ്റ്. പിന്നെന്താ ഒരു എന്താ പറയുക വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ട്. പിന്നെ ഹോട്ട് നമ്മൾ ഇവിടെ ചൂടും തണുപ്പും ഉണ്ട്. ചൂട് തണുപ്പ് വാട്ടറും വരുന്നുണ്ട് കുളിക്കുന്നതിൽ. പിന്നെ ഇവിടെയും ചൂടും തണുപ്പും വാട്ടറും വരുന്നുണ്ട് കേട്ടോ. അപ്പം വീഡിയോ പിന്നെ ഞാൻ ഇത് രാത്രി എടുക്കണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ രാവിലെ ആയിപ്പോയി. അതുകൊണ്ടാണ് ഈ ഒരു ഓർഗനൈസൊക്കെ പോലെ ഉണ്ടാവും. മൈൻഡ്. അപ്പോൾ ഇന്നത്തെ മൂന്നാർ ഡേ 1 വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. എൻ്റെ നാളെ അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. മോർ ഡീറ്റെയിൽസ് അബൌട്ട് ഗ്ലെൻമോർ നമ്മൾ പറഞ്ഞതായിരിക്കും. ഓക്കെ, അപ്പോൾ നാളെ കാണാം. ബൈ.